മര്യാദ പറയുന്നത് ഒരാളുടെ സംസാരത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഞാൻ അത് അയാളോട് ചോദിക്കുക കേട്ടോ. അതാണ് അതിന്റെ, നിങ്ങൾക്ക് മനസ്സിലായാലും വേണ്ടില്ല ഇല്ലെങ്കിലും വേണ്ടില്ല, അതാണ് അതിന്റെ ശരിയായ റൂട്ട്. ഒരാളുടെ സംസാരത്തിൽ നമുക്ക് വല്ല സംശയം വന്നാൽ അത് ക്ലിയർ ചെയ്യാൻ ഏറ്റവും നല്ലത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കലാണ്. അതാണ് അതിന്റെ ശരിയായ റൂട്ട്. അത് ഞാൻ പലവട്ടം പറഞ്ഞു, നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ല. പേരോട് ഉസ്താദിന്റെ നമ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, വിളിച്ചോളൂ, അന്വേഷിച്ചോളൂ. അതേ സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നിഴലുണ്ടായിരുന്നോ ഇല്ലേ, ഉണ്ടാകാൻ പറ്റൂലേ, മനസ്സിലായോ? അതൊക്കെ ചോദിക്കാം. അതിൽ പ്രമാണങ്ങൾ വെച്ച് നമുക്ക് പരിശോധിച്ച് നോക്കാം. എന്നിട്ട് അതിലെന്താണ് പറയുന്നത് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. അതാണ് ഈ ആദർശ ചർച്ച എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ അയാളെ പ്രസംഗത്തിൽ എന്തോ പറഞ്ഞോ, ഇയാളെ പ്രസംഗത്തിൽ എന്തോ പറഞ്ഞോ, അതല്ല ആദർശ ചർച്ച. ആദർശ ചർച്ച എന്ന് പറഞ്ഞാൽ ഒരു വിഷയം പറഞ്ഞിട്ട് ആ വിഷയങ്ങളിൽ പ്രമാണങ്ങൾ എന്തു പറയുന്നു അതാണ് ചോദിക്കേണ്ടത്. അത് ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് ഞാൻ അതിന്റെ കൃത്യമായ എനിക്കറിയാവുന്ന രീതിയിൽ ഞാനത് വിശദീകരിച്ചത് ഞാൻ പലവട്ടം പറഞ്ഞു. പക്ഷെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ എന്താ, ആൾക്കാരൊക്കെ ഷെയർ ചെയ്തോളൂ, എല്ലാവരും കൂടി എന്നെ വിളിച്ചാൽ മതി കേട്ടോ. ആ തോന്നിയാലൊക്കെ വിളിച്ചിട്ട് ചോദിച്ചു നോക്കി. അപ്പൊ പ്രശ്നം തീരുമല്ലോ. ഒരാളെ പ്രസംഗത്തിൽ നിന്ന് വന്ന സംശയത്തിന് കുറെ ആൾക്കാർക്ക് തോന്നിയാല് ഈ കുറെ ആൾക്കാർ കൂടിയാണ് വിളിക്കുക. പിന്നെ പേരോട് ഉസ്താദ് വലിയ തിരക്കുള്ള മനുഷ്യനായതുകൊണ്ട് നിങ്ങൾക്ക് വാശിയൊന്നും ഇല്ലെങ്കിൽ എല്ലാവരും കൂടി വിളിക്കാൻ നിൽക്കണ്ട. ഒരാൾ വിളിച്ചിട്ട് ബാക്കിയെ തോന്നിയവർക്കൊക്കെ അത് പറഞ്ഞെടുത്താൽ മതി കേട്ടോ. പ്രശ്നം തീരും. അത്ര പറയുന്നത് ഏറ്റവും നല്ല വഴി അതാണ്. നിങ്ങൾക്ക് ചോദിക്കാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നേരിലുണ്ടാകലുണ്ടോ ഇല്ലേ, അത് ചർച്ച ചെയ്താൽ നമുക്ക് കാര്യം ബോധ്യപ്പെടുമല്ലോ. പിന്നെ എന്തിനാ പിന്നെ നിങ്ങൾ പ്രസംഗത്ത് കേട്ടു എന്ന് എടുത്ത് പറയേണ്ട ആവശ്യം? അപ്പൊ അത് വെറുതെ ഇങ്ങനെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയായ രീതിയല്ല കേട്ടോ. ജീവിച്ചിരിപ്പുള്ള ആളിൽ നിന്ന് അങ്ങനെ കേട്ടാൽ അത് അവരോട് തന്നെ ചോദിക്കുക. അതാണ് എൻ്റെ അഭികാമ്യം. അതുകൊണ്ട് ഇനിയും പ്രസംഗത്തിൽ നിന്ന് കേട്ട ആശയക്കുഴപ്പം തീർക്കാനാണോ ഞാൻ ആവർത്തിച്ചു പറയുന്നു, അത് പ്രസംഗിച്ച ഏത് പ്രസംഗത്തിൽ നിന്നാണോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആശയക്കുഴപ്പമുണ്ടായത് ആ പ്രസംഗിച്ച ആൾക്ക് എന്നെ വിളിച്ച് ചോദിക്കുക. അല്ല നിങ്ങൾ ആദർശപരമായ ഒരു ചർച്ചയ്ക്ക് വന്നതാണോ എന്നാൽ നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ മൈക്കൂട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഹലോ. ഉസ്താദ്, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മള് മുജാഹിദിന്റെയോ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെയോ പള്ളിയില് ജുമുഅയിൽ പങ്കെടുക്കേണ്ടി വന്നു. അങ്ങനെ ആ നിസ്കാരം പിന്നീട് ളുഹർ ആക്കി മാറ്റി നിസ്കരിക്കണോ? നമ്മൾ യാത്ര ചെയ്യുന്നതിന്റെ ഇടയിൽ ജുമുഅന്റെ സമയത്ത് പെട്ടത് ഒരു മുജാഹിദിന്റെയോ ജമാഅത്ത് ഇസ്ലാമിയുടെയോ അല്ലെങ്കിൽ പുത്തൻ പ്രസ്ഥാനക്കാരുടെയോ പള്ളിയിലാണ്. എന്നാൽ പിന്നീട് അത് ളുഹറായിട്ട് മാറ്റി നിസ്കരിക്കണ്ടേ? എന്താണ് അതിന്റെ നിയമം? ഒന്ന് ഉസ്താദ് വിശദീകരിക്കണം. അസ്സലാമു അലൈക്കും. തീർച്ചയായും മാറ്റി നിസ്കരിക്കണം കേട്ടോ. തീർച്ചയായും ളുഹറായി നിസ്കരിക്കണം. ഒന്ന്, നിങ്ങൾ പറഞ്ഞു മുജാഹിദിന്റെ ജമാഅത്തിന്റെ ഒക്കെ പള്ളിയിലേക്ക് പോകാൻ പാടില്ല, പക്ഷെ യാദൃശികമായി അവിടെ ചെന്ന് പെട്ടു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. നമ്മുടെ പഴയകാല ആലിമീങ്ങളൊക്കെ, പഴയകാലം എന്ന് ഞാൻ പറയാൻ കാരണം ഇന്നത്തെ കാലത്ത് ഇതുപോലെ നമ്മുടെ വലിയ വലിയ ടൗണുകളിലൊക്കെ സുന്നി പള്ളികൾ വളരെ കുറവായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ ഉസ്താദ് അവറുകളാണല്ലോ കോഴിക്കോട്ട് പട്ടണത്തിലടക്കം ഒരുപാട് പള്ളികൾ ഉണ്ടാക്കിയത്. അതിന്റെ മുമ്പ് നമ്മുടെ പൂർവികരായ പല ഉമറാക്കളും ഉലമാക്കളും
മുസ്ലിങ്ങളും ചേർന്നുണ്ടാക്കിയ പള്ളികൾ മുജാഹിദ് പ്രസ്ഥാനക്കാരും ജമാഅത്തുകാരൊക്കെ കൊള്ളടിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട പള്ളികളൊക്കെ അവരുടെ കയ്യിലാവുകയും സുന്നികൾക്ക് പള്ളി ഇല്ലാതിരിക്കുകയും ചെയ്തിട്ടുണ്ടല്ലേ മാസൂല. കാരണം എന്താ, ജുമാ നിസ്കരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലോ. എന്നതുപോലെയാണ് മുജാഹിദിന്റെ ജുമാ. അതിന് കാരണം എന്താ, ജുമാ ശരിയാകണമെങ്കിൽ ഖുതുബ വേണം. ഖുതുബ ശരിയാകണമെങ്കിലോ തന്നെ ഒന്ന്. രണ്ടാമത് വേറെ വലിയ പ്രശ്നം, ഈ ജുമാക്ക് അല്ലെങ്കിൽ പോലും സാധാരണ ഒരു നിസ്കാരത്തിന്റെ സമയത്താണെങ്കിൽ പോലും ആ നിസ്കാരത്തിൽ പങ്കെടുത്ത നിസ്കാരം തന്നെ ശരിയാകാൻ വലിയ പ്രയാസമാണ്. കാരണം എന്താ അറിയോ, ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞില്ല. മുജാഹിദിന്റെ ആള് ഇമാമ് നിൽക്കുകയാണ്, നിങ്ങൾ മൗമൂമായിട്ട് തുടരുകയാണ്, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഈ നിസ്കാരത്തിന്. കാരണം എന്താ അറിയോ, മൗമൂമായ സുന്നി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈയ്യെട്ടുമ്പം കസേരയിൽ ഇരിക്കണ ആളെ, ആകാശത്തു നിന്ന് ഇറങ്ങി വരുന്ന ആളെ, ആകാശം വലത്തെ കയ്യിലോ ഭൂമി ഇടത്തെ കയ്യിലും പിടിച്ചിരിക്കണ ആളെ, അല്ലെങ്കിൽ രണ്ട് കൈയും വലത്തായ ആളെ, അങ്ങനത്തെ അള്ളാഹിനൊന്നല്ല ആര് വാഴ്ത്തുന്നത്, ഈ സുന്നിയായ യഥാർത്ഥ മുസ്ലിമായ മനുഷ്യൻ വാഴ്ത്തുന്നത്. കാരണം അള്ളാഹുവിന് സ്ഥലമോ കാലമോ ശരീരമോ അവയവങ്ങളോ ഒന്നും ചേർത്ത് പറയാൻ പാടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന, ഇസ്ലാമിൽ ഇക്കാലം വരെയുള്ള മുഴുവൻ ആലിമീങ്ങളും അംഗീകരിച്ചു പറഞ്ഞ ആ തിയറിയിലാണ് നമ്മൾ ഉറച്ചിക്കുന്നത്. ആ അള്ളാഹുവിനെ വാഴ്ത്തിയിട്ടാണ് നമ്മൾ നിസ്കാരം തുടങ്ങുന്നത്. അള്ളാഹു അക്ബർ അല്ലെ. ഇമാമാകണ മുജാഹിദോ ഓൻ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോ ചിലപ്പോ ഏതല്ലേന്ന് പറയാൻ പറ്റില്ല. കാരണം ഓൻ പഠിച്ച കൊല്ല ഏതാ നോക്കണം. ഓന്റെ വയസ്സും പ്രായത്തിനൊക്കെ അനുസരിച്ചൊന്നുണ്ട് ഓന്റെ അള്ളി ഇങ്ങനെ മാറും. കാരണം മുജാഹിദിന്റെ അള്ള ചില കാലത്ത് സ്ഥലവും കാലൊന്നും ഇല്ലാത്തവനേനും, പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആകാശത്ത് ഇരിക്കണവനേനും, പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആകാശം വലത്തെ കൈ പിടിച്ചിരിക്കണവനേനും, ഭൂമി ഇടത്തെ കയ്യിലുണ്ടായിരുന്നു, പിന്നെയും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ രണ്ട് കൈയും വലത്തുള്ളതേനും. അപ്പോൾ പഠിച്ച കൊല്ലത്തിന്റെയും വർഷത്തിന്റെയും കണക്കനുസരിച്ച് അള്ളാന്റെ കോലും ചേലും ഇങ്ങനെ മാറും. മനസ്സിലായോ? അപ്പൊ അയക്കണ കത്തെ അഡ്രസ്സ് മാറിപ്പോവും. പേര് മാത്രം നോക്കിയിട്ടല്ലല്ലോ പോസ്റ്റ്മാൻ കത്തോണ്ട് തരിക. വീരാൻകുട്ടി എന്ന് പേരുള്ള രണ്ടാളൊരു നാട്ടിലുണ്ടെങ്കിൽ ഒരു കത്തയച്ചാൽ ഏത് വീരാൻകുട്ടിക്കാ കൊടുക്കുക, അതിന്റെ താഴെയുള്ളത് നോക്കിയിട്ടാ തീരുമാനിക്കുക. അപ്പൊ അള്ളാന്ന് പേര് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, അതിന്റെ ശേഷം അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കണ അള്ളാഹുവിന്റെ സിഫത്തുകളുണ്ട്. അതുകൂടി ശരിയായെങ്കിലേ അള്ളാഹ് ഒറിജിനൽ ആവുള്ളൂ. മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ ഒരു കുഴപ്പം തീർച്ചയായും, ഞാനിത് പറഞ്ഞത് കുഴപ്പങ്ങൾ കുറേ ഉണ്ട്. പക്ഷെ ഇത് ഒന്നാമത്തെ കുഴപ്പം ഞാൻ പറഞ്ഞത്, നിസ്കാരം തുടങ്ങണത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണല്ലോ. ആ നിസ്കാരത്തിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് തന്നെ ഈ മുജാഹിദുകളും ജമാഅത്തുകാരുമായി ഇമാമുകളുമായി നമുക്ക് വിയോജിക്കേണ്ടി വരും. അതുകൊണ്ട് അവരെ തുടർന്ന് നിസ്കരിച്ചാൽ പിന്നെ എങ്ങനെ നിസ്കാരം ശരിയാകാനാ? അവിടെ നിന്നിട്ട് എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. സ്റ്റാർട്ടിങ് പോയിന്റ് തന്നെ ഈ പ്രശ്നമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അവരെ തുടരാൻ പാടില്ല. ജുമാക്ക് നിങ്ങൾ അങ്ങനെ തുടർന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഖുത്ബയും അവരുടേത് മലയാളത്തിലാണല്ലോ, അതുകൊണ്ട് യഥാർത്ഥ ഖുത്ബ അവിടെ നടക്കുന്നില്ല. ഷർത്തത്തുണ്ടായി. ഹലോ ക്ഷമിക്കണം, നേരത്തെ ഒരു നെറ്റ് പ്രോബ്ലം ആയിട്ട് അങ്ങനെ പോയതാണ്. പിന്നെ ഉസ്താദ് പറഞ്ഞ മറുപടിയില് ഉസ്താദ് പേരോട് ഉസ്താദിനെ അയാള് എന്നാണല്ലോ സൂചിപ്പിക്കണത്. അപ്പൊ പേരോട് ഉസ്താദിനെ നിങ്ങള് ഒരു അയാള് മാത്രമായിട്ടാണോ കണക്കാക്കുന്നത്? അപ്പൊ നമ്മളൊരു നേതാവ് എന്ന നിലക്ക് മൂപ്പര് അങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതില് മീഡിയ മിഷനിൽ ഇരിക്കണ നിങ്ങൾ മറുപടി പറയല് നിർബന്ധല്ലേ? അതിന് ചോദിച്ചാലേ പറഞ്ഞു കൊടുക്കും. ഏതാണ് അന്തല്ലാത്ത കുട്ടി? വേറെ ആരൊക്കെ അവിടുന്ന് ബേക്കിൽ നിങ്ങളെ മുകളിലേക്ക് ഉണ്ടല്ലോ, ഇതൊരു അന്തള്ളതിനുണ്ടോ മുന്നേക്ക് പിടിച്ചിടാൻ പറ്റിയുണ്ടോ നോക്കിയാൽ? കുറെ നേരമായി അന്തല്ലാത്തവരോ മൈക്കിന് മുമ്പിൽ നിർത്തിയിട്ട് ബാക്കിയുള്ളവര് ബേക്കിൽ ഇരുന്ന് ഇങ്ങനെ മൂളണം.
ഒരു അന്തമുള്ളവനോട് മൈക്കിൽ വരാൻ പറയും, പറഞ്ഞാൽ മനസ്സിലാകണേ. ഞാൻ പേരോട് ഉസ്താദിന് അയാള് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ എന്താ, ഒരാൾ, അത് പേരോട് ഉസ്താദ് എന്നല്ല, ഏതൊരാളും, ഞാനായാലും നിങ്ങളായാലും, നമ്മുടെ സാധാരണ സംസാരത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു കാര്യം പറഞ്ഞു, അയാളുടെ സംസാരത്തിൽ നമുക്ക് വല്ല സംശയം ഉണ്ടായി, അത് അയാളോട് തന്നെ ചോദിക്കലാണ് അഭികാമ്യം. അതാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? കുറിച്ചില്ല. അതേ സമയത്ത് പിന്നെ നിഴലിനെ കുറിച്ചുള്ള ചർച്ച നടന്നെങ്കിലും ഈ മൊയ്സത്ത് മരണത്തിന് ശേഷം നിലക്കൂലെന്ന് പന്മുളസ്താദ് പറഞ്ഞ വല്ല ചർച്ച ഇവിടെ നടന്നിരുന്നോ? അല്ല, ഞാൻ ഇവിടെ ചർച്ച നടന്നിരുന്നു നോക്കുക. ഇല്ലല്ല, നടന്നില്ലായിരുന്നു കേട്ടോ. അതെ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അറിയണ മറുപടി ഞാൻ പറഞ്ഞിട്ടും അല്ല. ഇനി വിഷയവുമായി ഒരു ഡിബേറ്റ് നടത്താനാണോ, അതിനെ പറ്റി വിവരമുള്ള ആളുകൾ കൊണ്ടിരിക്കും. അങ്ങനെ സമയം കളയേണ്ട ഒരു വേദിയല്ല ഇത് എന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ മൈക്ക് എടുക്കുക, പക്ഷെ കുറച്ചുകൂടി നിങ്ങൾ മാന്യത പുലർത്തണം. അത് അത്രയും നമുക്ക് പറയാനുള്ളൂ. മനസ്സിലായോ? വെറുതെ സമയം നഷ്ടപ്പെടുത്തരുത്. ഒരുപാട് ആളുകളുടെ പിന്നെ കേട്ടിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ചർച്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലേക്ക് വരിക തുടങ്ങിക്കും. അസ്സലാമലൈക്കും. കേൾക്കണ്ട ഉസ്താദെ, ഉപ്പാന്റെ അനിയന്റെ ഭാര്യനെ തൊട്ടാൽ ഒതു മുറിയോ? അതിന്റെ ഇടക്ക് ഉപ്പാന്റെ അനിയന്റെ ഭാര്യനെ തൊട്ടാൽ ഒതു മുറിയും. അതിനകത്തൊക്കെ ഉള്ള ഉറപ്പേ നമ്മൾ ഒതുവിനുള്ളൂ. അത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഞാൻ മൈക്കൂട്ടു. അസ്സലാമലൈക്കും. വറഹ്മത്തുള്ളാ. ഉസ്താദ് നേരത്തെ പറഞ്ഞു വേറൊരാള് മൈക്ക് എടുത്തപ്പം പിന്നിൽ നിന്നും ഇങ്ങനെ താങ്ങി പറയുന്നുണ്ട്. അപ്പൊ ഇതിലിപ്പോ രണ്ടാൾക്ക് മൈക്ക് എടുക്കാൻ കഴിയില്ലല്ലോ. അപ്പം ഒരു മൈക്കയിലൊരു ചർച്ച വിശദീകരമായി നടന്നോട്ടെ എന്ന് വിചാരിച്ച് കണ്ടാണ് മറ്റാക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ നിയൽ ഇല്ലാതെ തന്നെയാണ്. പിന്നെ അതിനെ ഈ ഗ്രൂപ്പിൽ എന്താ ഈ നിയലുണ്ടോ ഇല്ലെന്നൊക്കെ നമുക്ക് ഗ്രൂപ്പ് ഈ ചർച്ച മുന്നോട്ട് നടത്തിക്കൊണ്ട് ഉസ്താദ്മാരെ പറ്റി കളവ് പറയരുതെന്ന്. അപ്പൊ ആ ഒരു ക്ലിപ്പ് ഞാൻ ഈ ഒരു ബൈലക്സിൽ ഇട്ട് കഴിഞ്ഞാല് നിങ്ങൾ അത് ഉസ്താദിന്റെ അല്ല, നിങ്ങൾ ഉസ്താദിന്റെ ആണെന്ന് അംഗീകരിക്കോ ഇല്ലയോ? അപ്പൊ ഉസ്താദ് ഇപ്പം ഈ ഒരു പേരോട് ഉസ്താദ് പറഞ്ഞത് നിങ്ങൾ അംഗീകരിച്ചിട്ട് അതോ കേട്ടിട്ടില്ല
ാണ് ഈ നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് കേൾക്കാൻ സാധിച്ചത്, മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ആ ഒരു പ്രഭാഷണം ഉസ്താദ് കേട്ടിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഉസ്താദെ, നമ്മുടെ ഈ ഒരു ആദർശപരമായ നിങ്ങളെ മനസ്സിലല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷെയർ മുബാറക്കിന് പിന്നെ നെയിലുണ്ടാവൂല എന്നാണ് ഹദീസ് വേണം, അല്ലെങ്കിൽ ഖുർആനിൽ വേണം, അല്ലെങ്കിൽ പ്രാമാണികരായ പണ്ഡിതന്മാർ പറയണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷെയർ മുബാറക്കിന് നെയിലുണ്ടാവൂല. അതിനൊരു തെളിവ് നിങ്ങളോട് മോദി തരുമോ? അതായത് ഒരു ഷെയർ മുബാറക്ക് ഒരാളെ കയ്യിൽ കിട്ടിയാൽ ഇത് ശരിയായ ഷെയർ മുബാറക്കാണോ അല്ലേ എന്ന് പരിശോധിക്കണമെങ്കിൽ നെയിലുണ്ടോ ഇല്ലേ നോക്കലാണ് എന്റെ മാനദണ്ഡം എന്ന് ഏത് ആലിമ് എവിടെ പറഞ്ഞു? എനിക്കത് അറിയണ്ട്. അങ്ങനെ അതിന്റെ തെളിവ് നിങ്ങൾ ഇവിടെ സമർപ്പിക്കുമോ? അന്ന് അതൊന്ന് ചർച്ച ചെയ്യാം നമ്മള്. അതിനാണ് ആ ചർച്ചക്കാണ് ആദർശ ചർച്ച എന്ന് പറഞ്ഞാൽ. അല്ലാതെ അയാളെ പ്രസംഗത്തിൽ എങ്ങനെയുണ്ട്, ഇയാളെ പ്രസംഗത്തിൽ ഇങ്ങനെയുണ്ട്, മറ്റേയാളെ പ്രസംഗത്തിൽ ഇങ്ങനെയുണ്ട്, അതൊക്കെ വേറെ വിഷയം കേട്ടോ. പ്രസംഗത്തിൽ നിങ്ങൾക്ക് വല്ല സംശയം വന്നിക്കണമെങ്കിൽ നേരിട്ട് വിളിക്കുക, ചോദിക്കുക, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ ഞാനിതാ പറയുന്നതിന് ചില കാര്യങ്ങൾ ഈ പറയണതിൽ നിങ്ങൾക്ക് വല്ല സംശയം വന്നാൽ നിങ്ങൾ എന്താക്കണ്ട, നാളെ വേറെ ഏതെങ്കിലും ഉസ്താദിനോട് ചോദിക്കണ്ട, എന്നെ തന്നെ വിളിച്ചോളി കേട്ടോ. നമ്മുടെ ക്ലാസ് റൂമിന്റെ അഡ്മിന്മാരുമായി ബന്ധപ്പെട്ട എന്റെ ഫോൺ നമ്പർ കിട്ടും. ഇനി ഞാൻ എന്നെ കാണാതായാലും അതിന് വിളിച്ചിട്ട് എന്തൊക്കെ ചോദിക്കുക, ഇന്നലെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞല്ലോ, എന്താണ് അതിന്റെ അവസ്ഥ ചോദിച്ചാൽ മതി. അതാണ് എന്റെ ഭംഗി. അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്, ഇപ്പോഴും പറയുന്നത്. ഇതൊക്കെ പഠിച്ചിട്ട് നിങ്ങൾക്ക് അതവ് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ പിന്നെ സംശയിക്കണത്. ആയിക്കോട്ടെ. ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷെയർ മുബാറക്കിന് നേരുണ്ടാവൂല എന്നാണ് നമ്മൾ പറഞ്ഞത്. അത് ഏത് ഹദീസിലുള്ള ഹദീസ് എന്ന് ബോധിക്കാട്ടെ, മൈക്കെടുത്തോളി. എന്തിപ്പോ മഹിക്കൊന്നും വേണ്ടേ? ഇപ്പൊ എന്തെങ്കിലും മഹിക്കൊന്നും വേണ്ടേ? എന്താ ചെയ്യ, ഇതന്നെ ഇപ്പൊ പറഞ്ഞതേ കേട്ടോ. അപ്പൊ എന്തിനാ ഹബീബി ആഴാത്ത പണിയൊക്കെ എടുക്കാൻ നിൽക്കുന്നത്? മനസ്സിലായില്ലേ? നമുക്ക് ആലിമീങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ശേഷി ഇല്ലെങ്കിലേ അത് അവരോട് വീണ്ടും വീണ്ടും ചോദിക്കുക. അപ്പൊ അത് വിശദമായിട്ട് പറഞ്ഞു തരും, അപ്പം മനസ്സിലാവും. നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലും കേൾക്കുക, എന്നിട്ട് അതിനെപ്പറ്റി ക്ലിപ്പ് ഇടാൻ നടക്കുക, ഇതൊക്കെയാണ് ഇപ്പൊ നമ്മളെ പണി കേട്ടോ. വേറുള്ളവരെ പറ്റി ക്ലിപ്പ് ഇട്ട് നടക്കുക, അതാണ് ഇപ്പൊ നമുക്ക് കാര്യമായ ഒരു അമലിപ്പം. വലിയ കൂലിട്ടുന്ന അമലാണത്, മനസ്സിലായോ? വലിയ കൂലിട്ടുന്ന അമലാണിത്. ഏതായാലും നിങ്ങളൊരു കാര്യം ചെയ്യേ, എന്ത് പിന്നെ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചർച്ച നടക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാനാണ് എൻ്റെ അടുത്ത് വെച്ച് പിന്നെ തെളിവൊക്കെ ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കമ്പ്യൂട്ടറിൽ നിന്ന് തപ്പി പിടിച്ച് ഇവിടെ ഇങ്ങനെ തുറന്നിരിക്കുകയാണ്. എന്ത് നല്ലൊരു ചർച്ച, നല്ലൊരു ചോദ്യം ആരെങ്കിലും ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതൊക്കെ പറയേണ്ടി വരുമല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് പറയാന്ന് വെച്ചിട്ട്. പക്ഷെ അതിനനുസരിച്ചുള്ളൊരു ചോദ്യം വരണ്ടേ? അതില്ല. ചോദ്യം എപ്പോഴും പ്രസംഗത്ത് കേട്ടതും പഴയത് കേട്ടതും, നിങ്ങൾ മീഡിയ മിഷൻ അല്ലേ, പേരോട് ഉസ്താദ് നിങ്ങളെ നേതാവല്ലേ, ഞാൻ ക്ലിപ്പ് ഇടട്ടെ, ഇതൊക്കെയാണ് ഇപ്പൊ ചോദ്യം. അങ്ങനെയൊക്കെ എങ്ങനെ ശരിയാകുക? അതുകൊണ്ട് അദ്ദേഹം വീണ്ടും വന്നിക്കണ്, ഞാൻ ഒന്നുകൂടി ആവർത്തിക്കണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷെയർ മുബാറക്കിന് നിഴലുണ്ടാവൂല എന്നാണ് നമ്മൾ പഠിച്ചത് നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ എവിടുന്ന് അത് പഠിച്ചത്? അതിന്റെ തെളിവ് എന്താന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ തെളിവുണ്ടെങ്കിൽ എന്താക്കുക, അത് ഇവിടെ ഓതുക, മൈക്ക് കൊടുത്തോളി.
സുനിൽ നാരിന്നോ? നിങ്ങളെ സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഒന്നും ഇങ്ങോട്ട് കേൾക്കുന്നില്ല. എന്താണ് പ്രശ്നം എന്നറിയില്ല. നിങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? മൈക്കിന്റെ പ്രോബ്ലം ആണോ? ഒന്നും അറിയില്ല. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് മൈക്ക് എടുക്കുക. ഓക്കെ, ഞാൻ മൈക്ക് കൂടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ സമയം? കേൾക്കുന്നുണ്ടോ? ഒരു സംശയം. പിന്നെ ഈ കുട്ടികളുടെ അത്തീക്ക അറുത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊടുക്കുമ്പോൾ അത് മുസ്ലിങ്ങൾ കഴിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് സംശയം. എന്ന് മറുപടി പറഞ്ഞാൽ തരക്കുണ്ടായി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ചോദ്യം ഒന്നും കേട്ടില്ലല്ലോ സുഹൃത്തെ. അത് അമുസ്ലിങ്ങൾ കഴിക്കാൻ പറ്റുമെന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. അതിന് മുമ്പുള്ളതൊന്നും ഞാൻ കേട്ടില്ല. നിങ്ങളാരും കേട്ടിരുന്നോ? എന്താ പറഞ്ഞേ? അല്ലേ? അഖീഖക്കും ഉദ്ഹിയ്യത്തിന്റെ അതേ ഹുക്കുമാണെന്നാണ്. അഖീഖക്കും ഉദ്ഹിയ്യത്തിന്റെ അതേ ഹുക്കുമാണ്. അത് ഉദ്ഹിയ്യത്ത് വിതരണം ചെയ്യേണ്ട ആളുകൾക്ക് തന്നെയാണ് വിതരണം ചെയ്യേണ്ടത്. അവർക്ക് തന്നെ അത് പറ്റുള്ളൂ എന്നൊക്കെയാണ് അതിന്റെ നിയമം. ഓക്കെ, ആയിക്കോട്ടെ. ഉസ്താദ്, ഈ സുന്നികള് ഇപ്പൊ പറയുന്ന ബദരീങ്ങളെ കാക്കണേ അല്ലെങ്കിൽ മൊയ്തീൻസിയൊക്കെ കാക്കണേ എന്ന് പറയുന്ന ആ രീതിയിലുള്ള ഒരു ആയത്തോ ഹദീസോ ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടോ? അസ്സലാമു അലൈക്കും. അതൊക്കെ വലിയ വലിയ ചോദ്യങ്ങളായി പോയല്ലോ. ബദരീങ്ങളെ കാക്കണേന്ന് ഖുർആനിലുണ്ടോ എന്ന് വെച്ചാൽ അള്ളാഹ് കാക്കണേ എന്നിട്ടൊക്കെ ഖുർആനിലുണ്ടോ? അതില്ലല്ലോ. എന്താ അള്ളാഹുവെ കാക്കണേ എന്നിട്ട് ഖുർആനിലുണ്ടോ? അതുമില്ല. ഇവിടെ റമദാനിലെ ശബ്ദം തീർത്ത കുറെ ആൾക്കാരുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും ഖുർആൻ വന്നിട്ട് അള്ളാഹ് കാക്കണേ നീ കണ്ടിക്കണോ? അപ്പൊ അതൊന്നും അതിലുണ്ടാവില്ല. മനസ്സിലായില്ലേ? ഓക്കെ, ഞാൻ മൈക്ക് വിടാം. ഏതായാലും നല്ല നല്ല നമ്മുടെ സഖി ഉസ്താദിനെയൊക്കെ അടിയിൽ കാണണ്ടല്ലോ. ഉസ്താദൊക്കെ ഒന്ന് മൈക്കിലേക്ക് വന്നാൽ ഇൻഷാ അല്ലാഹ് നല്ലൊരു ചർച്ചയിലേക്ക് വന്നാൽ നമുക്ക് കുറച്ച് സമയം ഉറപ്പിക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ഉറങ്ങാനാണ് ഏറ്റവും ബുദ്ധി. ഓക്കെ, ഞാൻ മൈക്ക് വിടാം. അതുപോലെ തന്നെ ഏറ്റവും ഒക്കെ ഉണ്ട്, ഇന്ന് ലേലുണ്ട്, എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ചോദ്യകർത്താക്കളൊക്കെ ഒന്ന് കാര്യമായിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് നമുക്ക് സജീവമാക്കി വളരെ നന്നായിരുന്നു. നേരത്തെ ചോദിച്ച സുഹൃത്തിന്റെ സംശയമൊക്കെ മാറി വന്ന അറിയില്ല. സിദ്ദീഖ് സ്ഥാനാറുണ്ട്. എന്നിടയ്ക്ക് ഞാനൊരു കേസായി പോയി. അതൊന്ന് പുറത്തു പോവുകയും ചെയ്തു. അപ്പൊ എന്താ നടന്നതെന്ന് അറിയില്ല. ഏതായാലും കൂത്താട്ടുകാരുടെ ചോദ്യമൊന്നും കേട്ടില്ല. ചോദ്യം ചോദിച്ചിരുന്നോ? മറ്റുള്ള ആളുകൾക്ക് ചോദ്യം വരാം. ഉസ്താദ്മാരുണ്ടല്ലോ. ഞാൻ മൈക്ക് ഫ്രീ ആക്കുന്നു.
മറ്റുള്ള ഉസ്താദുമാരോ അല്ലെങ്കിൽ ചോദ്യോർത്താക്കളോ മേഖലയ്ക്ക് വന്ന് സജീവമാക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ കുട്ടാട്ടുപോയി അതുമായിട്ട് തുടർന്ന ചോദ്യം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ തന്നെ മൈക്കിലേക്ക് വന്നോളും. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് കോട്ടൂർ ഉസ്താദ് ഉണ്ടെങ്കിൽ ഇന്നലെ വന്ന 1-2 ഐഡിയകൾ ഉണ്ടായിരുന്നു. അവരിന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാ സമയം അത്ര വൈകിട്ടില്ല, അതുകൊണ്ടായിരിക്കും. ഉസ്താദ്, ചെറിയ സംശയം ചോദിക്കാനുള്ളത്, ഇപ്പൊ ഈ ന്യായലുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഇപ്പോ ഒരു ഹദീസിന് പല അഭിപ്രായങ്ങളും ആലിമീങ്ങൾ പറയും. പക്ഷെ എസ്കക്കാർ ഇപ്പൊ അത് പറയുന്നത് അവിടെ പിന്നെ രൂപം എന്ന അർത്ഥം വെക്കണം, റജുൽ എന്നുള്ളിടത്തില് രൂപം എന്ന അർത്ഥം വെക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് വാശി പിടിച്ച് പ്രസംഗിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തില് എന്റെ സംശയം അതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപം എന്ന് വെക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു വേറെ തന്നെ ഒരു രൂപമുണ്ടോ? ഇനി അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ കണ്ടതാണെങ്കിൽ ഹദീസില് ആ വലിയ റജുല് എന്നുള്ളത് വരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ കണ്ടിട്ടാണ് ആ മനസ്സിലാകാതിരുന്നത് എങ്കിൽ വലിയ റജുല് എന്നുള്ളത് അവിടെ വരുമോ എന്നുള്ളതാണ് സംശയം. അതോടൊപ്പം തന്നെ ഇനി അങ്ങനെ തന്നെ ആയാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ ആരും ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ പ്രകാശമായ ആ പ്രത്യേകതയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന സമയത്ത് സ്വന്തം ഭാര്യക്ക് കണ്ടിട്ട് മനസ്സിലായില്ല എന്നുള്ളതൊക്കെ അവിടെ സംശയമായിട്ട് വരൂല. അത് ഒരു പൈസയുമായിട്ട് സംസാരിച്ചപ്പോൾ അത് തുടർ ചർച്ചക്കില്ലാതെ അയാള് പോയിരുന്നു. അപ്പൊ അതിന്റെ ആ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദിനോട് ചോദിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഏതായാലും കല്ലേരി സാഹിബ് ഉണ്ടെങ്കിൽ പിന്നെ ചർച്ചയ്ക്കൊന്ന് കല്ലുമ്മ കയറിക്കോളും. ഏതായാലും പിന്നെ ഞങ്ങളിൽ എന്ന് പറയാൻ കാരണം പല ആലിമീങ്ങളും വിശദീകരിക്കുന്നത് കാണാം. ഗലബത്തി നൂരിഹി അലാ നൂരിഹിമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുമ്പോൾ പിന്നെ സൂര്യ വെളിച്ചത്തിലോ ചന്ദ്രന്റെ നിലാവിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലില്ലായിരുന്നു. അതിനെന്താ കാരണം പറഞ്ഞെന്നറിയോ? റസൂലുള്ളാഹിന്റെ നൂറ് അഥവാ പ്രകാശം സൂര്യന്റെയും ചന്ദ്രന്റെയും വെളിച്ചത്തേക്കാൾ മികച്ചതായിരുന്നു. അത് നമുക്കറിയാലോ. ഒരു മെഴുകുതിരി കത്തിച്ചാല് അതിന്റെ വെളിച്ചത്തിന് നിഴലുണ്ടാവും. അതേ സമയത്ത് ആ മെഴുകുതിരി മുകളിൽ പ്രകാശം ചന്ദ്രന്റെയും സൂര്യന്റെയും നൂറിനേക്കാൾ മികച്ചതായിരുന്നു എന്നതാണ് നടക്കുമ്പോ നിഴലില്ലായിരുന്നു എന്ന് പറഞ്ഞതിന് കാരണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വരുമ്പോ തന്നെ സൈനബ ബീവിക്ക് ആരാന്ന് എത്ര ദൂരത്തുനിന്ന് മനസ്സിലാവും. കാരണം രാവിലെ കിഴക്കുന്ന സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുമ്പോ നമ്മൾ ആരെങ്കിലും ഇത് മെഴുകുതിരിയാണോ അതോ ബൾബ് എത്തിച്ചതാണോ ഇനിയിപ്പോ വല്ല പെട്രോമാക്സൈറ്റ് ആണോ സൂര്യനാണോ എന്ന് സംശയിക്കലുണ്ടോ? ഇല്ലല്ലോ. കാരണം ആ വെളിച്ചം കണ്ട
കണ്ടാൽ തന്നെ ആർക്കും സംശയമില്ലാത്ത വിധം ഇത് സൂര്യോദയമാണെന്ന് ബോധ്യപ്പെടുമല്ലോ. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൂറ് എല്ലാ പ്രവൃത്തിയും വന്നാലും കൾ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രത്യേകതകൾ എല്ലാ സമയത്തും ഒരേ രീതിയിൽ ഇങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഇപ്പോ എപ്പോഴും പ്രകാശമാണ്, സൂര്യനെ വെല്ലുന്ന പ്രകാശം എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇങ്ങനെ അടിച്ചു വീശുകയാണെങ്കിൽ പിന്നെ കൂടെ കിടക്കണക്ക് ഉറങ്ങാൻ കഴിയുമോ? കഴിയൂലല്ലോ. ഇപ്പൊ നേരത്തെ കല്ലേരി ചോദിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ ഈ നെല്ല് ഹദീസിൽ എങ്ങനെയുള്ളതെന്ന് അറിയോ? ഞാൻ പറഞ്ഞുതരാം. എന്താ ഹദീസിന്റെ ലഫ്ള് എങ്ങനെയാണ്? ഏത് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണുള്ളത്. പിന്നെ സൈനബ് ബീവി പറയാ ഖാലത്ത് ഫബൈനമാ അന യൗമൻ ബിനിസ്ഫിൻ നഹാർ ഇദാ അന ബിളില്ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖബിലുൻ. കണ്ടോ? ഉച്ചയായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലില്ല് ഇങ്ങനെ വരുന്നുണ്ട് എന്ന് പറഞ്ഞത്. ലില്ല് അപ്പൊ ലില്ല് എന്ന് പറഞ്ഞാല് അതിന് നിഴല് എന്നൊക്കെ അർത്ഥം വെക്കും. അപ്പൊ റസൂലുള്ളാഹിന്റെ ഒരു നിഴലാട്ടം കണ്ടു എന്നൊക്കെ പറയും. അതിപ്പോ ഒരാളോട് പോണത് കണ്ടപ്പോ നമ്മൾ അങ്ങനെ പറയലുണ്ട്, ഒരു നിഴലാട്ടം കണ്ടു എന്നൊക്കെ. അതേ സമയത്ത് ഇവിടെ അതിന് വജ്സ് എന്ന് മറ്റു ചില റിവായത്തിലുണ്ട്, അതുകൊണ്ട് രൂപം എന്നാണ് അർത്ഥം പറയേണ്ടത് എന്നൊക്കെയാണ് മറ്റേ റൂമേര് പറയുന്നതാണ് ഇവിടെ കല്ലേരി പറഞ്ഞത്. വജ്സിന്റെ രൂപം അർത്ഥമുണ്ടോ? വജ്സിന്റെ അർത്ഥം എന്താ? സൗത്തുൽ ഖഫിയ്യൂന. കേട്ടാ, വജ്സ് എന്ന പദത്തിന് പല ഡിക്ഷണറികളിലും കൊടുത്തിട്ടുള്ള അർത്ഥം അസൗത്തുൽ ഖഫിയ്യു എന്നാണ്. എന്താ ഇവിടെ ഉസ്താദ് അടിച്ചിക്കണ്. ولم يقم مع شمس قط إلا غلب ضوءه الشمس ولم يقم مع سراج قط إلا غلب ضوءه ولا ضوء السراج إسناده صحيح. അപ്പോ ഒരു പ്രത്യേകത പറഞ്ഞ ഇനി നിങ്ങൾ നോക്ക്, ഞാൻ വേറൊരു ഹദീസ് പറഞ്ഞുതരാം. വേറെ ഹദീസ് ശ്രദ്ധിച്ചോളിട്ടോ, വേറെ ഹദീസ് പറഞ്ഞുതരാം. വേറെ ഒരു ഹദീസ് ശ്രദ്ധിച്ചോളി. എന്താണ്? ഇമാം ഹാക്കിം മുസ്തദറക്കിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാ. عن أنس بن مالك رضي الله عنه قال بينما النبي صلى الله عليه وسلم يصلي ذات ليلة صلاة. ഒരു രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു കൊണ്ടിരിക്കെ ഇത് മദ്ദയദഹു സുമ്മ അഖറഹ, ഒരു തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൈ നീട്ടി പിന്നെ കൈ പിന്നോട്ട് തന്നെ വെച്ചു. ഫഖുൽന, അങ്ങനെ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് റഅയ്നാക സനഅത ഫീ ഹാദിഹി സ്വലാത്ത് ശൈഅൻ ലം തകുൻ തസ്നഉഹു ഫീമാ ഖബല. നേരത്തെ നിങ്ങൾ ചെയ്യാറില്ലാത്ത ഒരു കാര്യം ഈ നിസ്കാരത്തിൽ നിങ്ങൾ ചെയ്യണത് നിങ്ങൾ കണ്ടല്ലോ, അത് കൈ നീട്ടിയതിനെ കുറിച്ചാണ് ചോദിച്ചത്. കാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുക, അജൽ, അതെ, നേരത്തെ ഒന്നും ഞാൻ ചെയ്യാത്ത ചില സംഗതികൾ ഞാൻ അവിടെ ചെയ്തു. അതിന് കാരണം ഇന്നഹു ഉരിദത് അലയ്യൽ ജന്നത്തു, എനിക്ക് സ്വർഗം കാണിക്കപ്പെട്ടു, എനിക്ക് സ്വർഗം കാണിച്ചു തന്നു. ഫറഅയ്തു ഫീഹാ ദാനിയതൻ ഖുതൂഫുഹാ ദാനിയാ. ആ സ്വർഗത്തില് താഴ്ന്നു വരുന്ന ഒരു മരം, അതിന്റെ പഴവർഗ്ഗങ്ങൾ ഇങ്ങനെ അടുത്തേക്ക് വരുന്നത് ഞാൻ കണ്ടു. ഫഅറദ്തു അൻ അതനാവല മിൻഹാ ശൈആ, ആ പഴത്തിൽ നിന്ന് കുറച്ച് എടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചു. ഫഊഹിയ ഇലയ്യ,
അപ്പൊ അള്ളാഹു എനിക്ക് വഹി അറിയിച്ചു അൻ അസ്തഗ്ഫിർ, അത് എടുക്കണ്ട, പിന്നോട്ട് നിൽക്കാൻ പറഞ്ഞു. ഫസ്തഗ്ഫിർതു, അപ്പൊ ഞാൻ പിന്നോട്ടെന്നതാണ്. വഉരിദത് അലയ്യ നാറു, എനിക്ക് നരകവും കാണിക്കപ്പെട്ടു. ഫീമാ ബൈനി വ ബൈനക്കും, എന്റെയും നിങ്ങളുടെയും ഇടയിലാണ് നരകം കണ്ടത്. എങ്ങനെ നരകം കണ്ടത്? ഹത്താ റഅയ്തു ളില്ലി വ ളില്ലക്കും ഫീഹാ, ഞാൻ എന്റെ നിഴലും നിങ്ങളുടെ നിഴലും കണ്ടു. ഫീഹാ, ആ നരകത്തിന്റെ വെളിച്ചത്തിൽ. ഫൗമത്തുയിലേക്കും അനിസ്തഗ്ഫിറു, അവങ്ങൾ ബേക്കോട്ട് നിൽക്കിയത് ഞാൻ നിങ്ങളോട് ആംഗ്യം കാണിച്ചതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. കണ്ടോ? ഹത്താ റഅയ്തു ളില്ലി വ ളില്ലക്കും ഫീഹാ, നരകത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ എന്റെ നിഴലും നിങ്ങളുടെ നിഴലും കണ്ടു എന്ന് ഹദീസ് പറയുന്നു. ഇവിടെ എന്താ നീ ഒരു അർത്ഥം വെക്കലിന്? ഇവിടെ എന്താ ലില്ലിന് അർത്ഥം വെക്കുക? അതാണ് പറഞ്ഞത്. ഈ എന്തെങ്കിലുമൊക്കെയാണ് കാണുമ്പോഴേക്ക് അതായിട്ട് ഇങ്ങനെ ഓടിയാണ് നടക്കലല്ല. മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുസൂസിയത്ത്, അള്ളാഹിന്റെ റസൂല് വെളിച്ചത്ത് നടക്കുമ്പോൾ നിഴലില്ലായിരുന്നു. അതിന് കാരണം പലതും പറഞ്ഞിട്ടുണ്ട്. ആ നിഴല് നിലത്തിട്ടുമ്പോ റസൂലുള്ളാഹിന്റെ ശത്രുക്കൾ അതിൽ ചവിട്ടും, അമുസ്ലിമീങ്ങള് അന്നത്തെ അവിശ്വാസികൾ അതിൽ ചവിട്ടും. അതില്ലാതിരിക്കാനാണെന്ന് കാരണം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിന്ദിക്കപ്പെടുന്ന മാലിന്യങ്ങളിൽ പോലും ആ നിഴലെന്താവും, അങ്ങനെ ചൊല്ലും അല്ലെ. അതുകൊണ്ട് അതില്ലാതിരിക്കാനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല സൂര്യന്റെ അതിന്റെ ഹിക്മത്ത് പറഞ്ഞതാ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഗാലിബായ നൂറ് ഉള്ളത് കൊണ്ടാണ് ഈ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇമാം ഹാക്കിം മുസ്തദർക്കിൽ ഉദ്ധരിച്ച, ഞാൻ നേരത്തെ വായിച്ച ആ ഹദീസിൽ ഹത്താ റഅയ്തു ളില്ലി വ ളില്ലക്കും ഫീഹാ, ആ നരകത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ എന്റെയും നിങ്ങളുടെയും നിഴല് കണ്ടു എന്നും പറയുന്നുണ്ട്. അപ്പോ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് നിഴലുണ്ടായി എന്ന് വെച്ചിട്ട് എന്തല്ല, അത് ഈ പറഞ്ഞ ഖുസൂസിയത്തിന് എതിരല്ല എന്ന് ഉസ്താദുമാര് പറയുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായോ? അല്ലാതെ പ്രമാണങ്ങളിൽ ചിലതിനെ തള്ളുകയും ചിലതിനെ കൊള്ളുകയും ചെയ്യാൻ പറ്റുമോ? പറ്റില്ലോ. മാത്രല്ല